യൂണിറ്റ് ഫസ്റ്റ് ഷേപ്സ് ഇൻ ദ കിച്ചൺ അതിലെ ആക്ടിവിറ്റി ബുക്കിലെ വർക്ക്ഷീറ്റ് 2 അതില് ചെറിയൊരു കറക്ഷൻ ഉണ്ട്. അവിടെ ടോട്ടൽ നമ്പർ ഓഫ് റെക്ടാംഗിൾസ് നമ്മൾ കൗണ്ട് ചെയ്തിട്ട് എഴുതിയത് 16 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് റെക്ടാംഗിൾസ് 16 അല്ല, ഒരു റെക്ടാംഗിൾ നമ്മൾ കൗണ്ട് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് റെക്ടാംഗിൾസ് 17 ആണ് വരിക. അത് ഒന്നുകൂടി പറയാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 ഇവിടെയും കൂടി വരും കേട്ടോ. 17 ഇത് നമ്മൾ വിട്ടുണ്ടായിരുന്നു. 17 റെക്ടാംഗിൾസ് ആണ് വരിക കേട്ടോ. നമുക്കിനി യൂണിറ്റിലേക്ക് പോവാം കേട്ടോ. പേജ് നമ്പർ 14. അറ്റ് ദ ബേക്കറി. അറ്റ് ദ ബേക്കറി, after playing they went to their father's bakery. See how the things are arranged. കളിച്ചതിന് ശേഷം അവരവരുടെ അച്ഛന്റെ ബേക്കറിയിലേക്ക് പോയി. എങ്ങനെയാണ് അവിടെ സാധനങ്ങള് അടുക്കി വെച്ചിരിക്കുന്നത് എന്ന് നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അവിടെ ബോക്സിൽ കാണിച്ചിട്ടുണ്ടല്ലേ കുറെ എന്താണ് ബേക്കറി ഐറ്റംസ് അടുക്കി വെച്ചിരിക്കുന്നത് കാണാണ്ടല്ലേ. ഇനി എന്താണ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി ആർ ഓഫ് ദിസ് ഷേപ്പ്? അതായത് ഈ ആകൃതിയിലുള്ളത് എത്ര എണ്ണം ഉണ്ട് എന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അത് ഈ ഷേപ്പ് ഏതാ? ക്യൂബോയിഡ് ഷേപ്പ് ആണ് അല്ലേ. അതൊന്ന് അറിഞ്ഞിരിക്കുന്നത് കേട്ടോ. ക്യൂബോയിഡ് ഷേപ്പ് ആണ്. എത്ര എണ്ണം നോക്കൂ. ബിസ്ക്കറ്റ്സ് ഉണ്ട്. കേക്ക്സും എന്തുതന്നെയാണ്? ഈ ക്യൂബോയിഡ് ഷേപ്പ് തന്നെയാണ് അല്ലേ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ബിസ്ക്കറ്റ്സ് എത്രയാന്ന് ഫസ്റ്റ് നോക്കുക കേട്ടോ. കൗണ്ട് ചെയ്ത് നോക്കണേ. 1 2 3 4 5 6 7 8 8 ഉണ്ട് അല്ലേ. ദെൻ കേക്ക്സ് നോക്കൂ. 1 2 3 4 5 6 7 8 9 10 11 12 12 ഉണ്ട് അല്ലെ. അപ്പൊ 8ഉം പിന്നെ 12ഉം അത് രണ്ടും എന്ത് ഷേപ്പ് തന്നെയാണ്? ക്യൂബോയിഡ് ഷേപ്പ് ആണ് അല്ലെ. അപ്പൊ രണ്ടും കൂടി ടോട്ടൽ ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ എഴുതണം കേട്ടോ. അപ്പൊ എത്രയാ വരിക? 12 plus 8 is equal to 20. Then how many are of this shape? അതായത് സിലിണ്ടറിക്കൽ ഷേപ്പ് അല്ലേ ഇത്. ഈ സിലിണ്ടറിക്കൽ ഷേപ്പിൽ എത്ര ഉണ്ട് അവിടെ എന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അവിടെ നോക്കുക. പാക്കറ്റും കാണുന്നുണ്ട്. 1 2 3 4 5 6 7 8 9 9 ആണല്ലേ ഉള്ളത്. അപ്പൊ 9 എന്ന് എഴുതാം. ദെൻ സീ ദ സ്റ്റാക്ക് ഓഫ് ഡംപ്ലിങ്സ്. ഡംപ്ലിങ്സ് എന്ന് പറഞ്ഞാല് കൊഴുക്കട്ടയാണ് കേട്ടോ. ആ കൊഴുക്കട്ടയുടെ കൂട്ടം നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഡ്രോ 5 more in this picture. അതായത് ഇവിടെയുള്ള പിക്ചറിൽ 5 കൂടിയും കൂടുതൽ വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഒരു 5 കൂടിയും വരച്ചു കൊടുക്കുക. ഹൗ മെനി ഡംപ്ലിങ്സ് നൗ? അപ്പൊ 10 plus 5 ആണ്. എത്രയാ? 15. 15 എന്ന ബോക്സിൽ എഴുതുക കേട്ടോ. ഹൗ മെനി കേക്ക്സ് ആർ ദർ ഇൻ ദ ഷെൽഫ്? അതായത് ഷെൽഫിൽ എത്ര കേക്ക്സ് ഉണ്ടെന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ കൗണ്ട് ചെയ്ത് നോക്കിയിരുന്നു അല്ലെ. എത്രയാ? 12 അല്ലേ ഉണ്ടായിരുന്നത്. അപ്പൊ ബോക്സിൽ 12 എന്ന് എഴുതുക. പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി മോർ കേക്ക്സ് ആർ നീഡഡ് ടു ഹാവ് ദ സെയിം നമ്പർ ഓഫ് കേക്ക്സ് ആൻഡ് ഡംപ്ലിങ്സ്? കേക്കിന്റെ എണ്ണവും കുഴക്കട്ടയുടെ എണ്ണവും തുല്യമാവാൻ വേണ്ടിയിട്ട് എത്ര കൂടുതൽ കേക്ക്സ് വേണം എന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്കറിയാം ഡംപ്ലിങ്സ് എത്രയാ? 10 ഉണ്ടായിരുന്നു. 10ന്റെ കൂടെ ഒരു 5 കൂടി വന്ന് 15 അല്ലെ. ടോട്ടൽ നമ്പർ ഓഫ് കേക്ക്സ് എത്രയാണ്? 12 ആണ്. അപ്പൊ 12 15 ആവണമെങ്കിൽ ഇനി എത്ര കേക്ക്സും കൂടി വേണം? എത്രയും കൂടി വേണം? 15 മൈനസ് എന്ത് ചെയ്യണം? നമ്മള് 12 കുറയ്ക്കണം അല്ലെ. അപ്പൊ എത്ര വരിക? 3 അല്ലേ. 3 കേക്ക്സ് ആണ് കേട്ടോ കൂടുതൽ വേണ്ടത്. See the pictures Namit and Nihara have drawn using different shapes. Give the same color to similar shapes and make them more beautiful. അതായത് നമിത്തും നിഹാരയും വരച്ച ചിത്രങ്ങൾ വിവിധ രൂപങ്ങൾ ഉപയോഗിച്ചിട്ട് നമിത്തും നിഹാരയും വരച്ച ചിത്രങ്ങൾ നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അവിടെ 2 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഒന്ന് നമിത്ത് വരച്ചതും ഒന്ന് നിഹാര വരച്ചതുമാണ്. എന്നിട്ട് എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? ഗിവ് ദ സെയിം കളർ ടു സിമിലർ ഷേപ്സ് ആൻഡ് മേക്ക് ദം മോർ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ഒരേ ആകൃതിയിലുള്ളതിനൊക്കെ ഒരേ രൂപങ്ങൾക്ക് എന്ത് ചെയ്യുക? ഒരേ കളർ കൊടുത്തിട്ട് അതിനെ നല്ല ഭംഗിയാക്കാനാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഏതൊക്കെ ഷേപ്സ് ആണ് ഉള്ളത്? സർക്കിൾ ഷേപ്പ് ഉണ്ട്, പിന്നെ ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ട്, പിന്നെ റെക്ടാങ്കിൾ ഷേപ്പ് ആണ് ഉള്ളത് അല്ലെ. അപ്പൊ ഫസ്റ്റ് നമിത്ത് വരച്ച പിക്ചർ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് നമുക്ക് സർക്കിളിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ കൊടുക്കുക. ഇവിടെ യെല്ലോ കളർ ആണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പൊ എത്ര സർക്കിൾസ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 സർക്കിൾസ് ആണുള്ളത് അല്ലെ ഫസ്റ്റ് പിക്ചറിൽ. അതിനൊക്കെ ഒരു യെല്ലോ കളർ കൊടുക്കുക. ഇത് നമുക്ക് ട്രയാങ്കിൾ ഷേപ്സ് എത്ര ഉണ്ട് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 11 ആണുള്ളത് അല്ലെ. അതിനെന്ത് ചെയ്യുക? ഇവിടെ ഞാൻ റെഡ് കളർ കൊടുക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ കൊടുക്കാം. ദെൻ അടുത്തത് റെക്ടാങ്കിൾ ഷേപ്പ് ആണ്. റെക്ടാങ്കിൾ ഷേപ്സ് എത്ര എണ്ണാണ്? 1 2 3 4 5 6 7 8 9 10 10 ഉണ്ട് അല്ലെ. അത് എന്ത് ചെയ്യുക? നിങ്ങൾ കളർ ചെയ്യുക കേട്ടോ. ഇവിടെ ഗ്രീൻ കളർ ആണ് കൊടുക്കുന്നത്.
അടുത്തത് നിഹാര വരച്ച പിക്ചർ ആണ്. അതൊരു കോക്കാണ്. ഇവിടെ സർക്കിളും അതുപോലെ തന്നെ ട്രയാങ്കിളും ഉപയോഗിച്ചിട്ട് വരച്ച പിക്ചർ ആണ് അല്ലെ. അപ്പൊ സർക്കിളിന് എന്ത് ചെയ്യുക, ഒരു നിറം കൊടുക്കുക, ട്രയാങ്കിളിന് വേറെ നിറം കൊടുക്കുക കേട്ടോ. അത് നിങ്ങൾ ചെയ്യണം കേട്ടോ. ബൈ ജോയിനിങ് ഡോട്ട്സ്. ഹൗ മെനി ഡോട്ട്സ് ആർ ജോയിൻ ടു മേക്ക് ഈച്ച് ഷേപ്പ്? റൈറ്റ് ദ നമ്പർ. എത്ര ഡോട്ട്സ് ജോയിൻ ചെയ്തിട്ടാണ് ഓരോ ഷേപ്പും ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എത്ര ഡോട്ട്സ് ആണോ അതിന്റെ നമ്പർ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് റെക്ടാങ്കിൾ ആണ് അല്ലെ. എത്ര ഡോട്ട്സ് ആണ് ജോയിൻ ചെയ്തിരിക്കുന്നത് നോക്കൂ. 10 ഡോട്ട്സ് ആണ് അല്ലെ. അപ്പൊ 10. ദെൻ ട്രയാങ്കിളിൽ എത്ര ഡോട്ട്സ് ആണ്? 4 ഡോട്ട്സ് ആണ് അല്ലെ. 1 2 3 4. ദെൻ സർക്കിളിൽ എത്ര ഡോട്ട്സ് ആണ്? 1 2 3 4. 4 ആണ് അല്ലെ. നെക്സ്റ്റ് നോക്കുക. ഇതേപോലെ തന്നെ തന്നിരിക്കുന്നതാണ്. ഹൗ മെനി ഡോട്ട്സ് ആർ ജോയിൻ ടു ഡ്രോ ഈച്ച് ഷേപ്പ്? റൈറ്റ് ദ നമ്പർ. ഓരോ ഷേപ്പ് വരയ്ക്കാനും എത്ര ഡോട്ട്സ് ആണ് ജോയിൻ ചെയ്തിരിക്കുന്നത് അതിന്റെ നമ്പർ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് നോക്കുക എത്ര ഡോട്ട്സ് ആണ് നോക്കൂ. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പൊ എത്ര ഡോട്ട്സ് ആണ്? 12 ഡോട്ട്സ് ജോയിൻ ചെയ്തിട്ടാണ് അല്ലെ വരച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കുക ട്രയാങ്കിള് എത്ര ഡോട്ട്സ് ആണ് നോക്കുക. 12 തന്നെയാണ് വരിക. അടുത്തത് സർക്കിൾ ആണ് അല്ലെ. സർക്കിളിന് എത്ര ഡോട്ട്സ് ആണ്? 8 ഡോട്ട്സ് ആണ് അല്ലെ. How many dots are inside each shape? Write the number. അതായത് ഓരോ ഷേപ്പിന്റെ ഉള്ളിലും എത്ര ഡോട്ട്സ് ഉണ്ട് എന്ന് നോക്കുക. എത്ര ഡോട്ട്സ് ഉണ്ട് അതിന്റെ നമ്പർ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റിൽ എത്ര ഡോട്ട്സ് ഉണ്ട് നോക്കൂ. അപ്പൊ എത്ര ഡോട്ട്സ് ആണ് ഫസ്റ്റ് വണ്ണിന്റെ ഉള്ളിലുള്ളത്? 4 ഡോട്ട്സ് ആണ് അല്ലെ. ദെൻ സെക്കൻഡ് വണ്ണിന്റെ നോക്കുക എത്ര ഡോട്ട്സ് ആണ്? 4 ഡോട്ട്സ് ആണ്. തേർഡ് വൺ നോക്കുക എത്രയാണ്? 4 ഡോട്ട്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് ലെറ്റ്സ് ഡ്രോ ഷേപ്സ്. ജോയിൻ 12 ഡോട്ട്സ് ടു ഡ്രോ ദിസ് ഷേപ്പ്. ഏത് ഷേപ്പ് അത്? റെക്ടാങ്കിൾ അല്ലെ. റെക്ടാങ്കിള് വരയ്ക്കാനായിട്ട് 12 കുത്തുകൾ ജോയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഡ്രോ ദീസ് ഇൻ ഡിഫറെന്റ് വേസ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് വ്യത്യസ്ത രീതിയിൽ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഇതാ ഇങ്ങനെ വരയ്ക്കാം, ദെൻ ഇങ്ങനെ വരയ്ക്കാം അല്ലെ. ഇപ്പൊ 12 ഡോട്ട്സ് ജോയിൻ ചെയ്തിട്ട് വേണം വരയ്ക്കാനായിട്ട്. നെക്സ്റ്റ് വൺ നോക്കൂ. ടു ഡ്രോ ദിസ് വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഡോട്ട്സ് ദാറ്റ് ഷുഡ് ബി ജോയിൻ. അതായത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഏതാ? സ്ക്വയർ ആണ് അല്ലെ. ഈ സ്ക്വയർ വരയ്ക്കാനായിട്ട് മിനിമം അതായത് കുറഞ്ഞത് എത്ര കുത്തുകൾ ജോയിൻ ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എത്ര എണ്ണം വേണം? 4 ഡോട്ട്സ് വേണം അല്ലെ. അപ്പൊ 4 ആണ്. ദെൻ തേർഡ് വൺ നോക്കൂ. ഡ്രോ ദീസ് വിത്ത് 6 ഡോട്ട്സ് ഇൻസൈഡ്. അതായത് റെക്ടാങ്കിൾ ആണ് അല്ലെ. റെക്ടാങ്കിൾ എങ്ങനെ വരയ്ക്കേണ്ടത്? 6 ഡോട്ട്സ് ഉള്ളിലാവുന്ന രീതിയിൽ ഒരു റെക്ടാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് ട്രയാങ്കിൾ ആണ് കാണിച്ചിരിക്കുന്നത്. ജോയിൻ ഡോട്ട്സ് ടു ഡ്രോ ദിസ്. ഹൗ മെനി ഡോട്ട്സ് ആർ ജോയിൻഡ്? അതായത് ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് എന്ത് ചെയ്യാ? കുത്തുകൾ ജോയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. എത്ര ഡോട്ട്സ് നിങ്ങൾ ജോയിൻ ചെയ്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. എത്ര ഡോട്ട്സ് ജോയിൻ ചെയ്യണം? 4 ഡോട്ട്സ് ജോയിൻ ചെയ്യണം അല്ലെ. വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു ഡ്രോ? ട്രയാങ്കിൾ ആണല്ലേ കാണിച്ചിരിക്കുന്നത്. കുറഞ്ഞത് എത്ര ഡോട്ട്സ് ജോയിൻ ചെയ്യണം നമുക്ക് ട്രയാങ്കിള് വരയ്ക്കാനായിട്ട് അതാണ് അല്ലെ. അപ്പൊ എത്രയാണ്? 4 ഡോട്ട്സ് തന്നെ അല്ലേ. ദെൻ വാട്ട് അബൌട്ട് ദിസ് ഷേപ്പ്? ഈ ഷേപ്പിന് എത്ര ഡോട്ട്സ് വേണം എന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇതും ട്രയാങ്കിൾ തന്നെയാണ്. എത്ര ഡോട്ട്സ് ജോയിൻ ചെയ്യണം? 3 ഡോട്ട്സ് ആണ് അല്ലെ. ഇങ്ങനെ കേട്ടോ. See the figures Namit made using these shapes. Write the number of times each shape is used in a picture within that shape below the picture. അതായത് ഇവിടെ കുറെ ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ. നമ്മത്ത് ഉണ്ടാക്കിയ ഫിഗേഴ്സ് ആണ് കേട്ടോ. ഏതൊക്കെ ഷേപ്സ് വെച്ച് ഉണ്ടാക്കിയതാണ്? റെക്ടാങ്കിളും ട്രയാങ്കിളും സർക്കിളും വെച്ച് ഉണ്ടാക്കിയ കുറെ ഫിഗേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്ത് ചെയ്യുക? ഓരോ ഫിഗറിലും അല്ലെങ്കിൽ ഓരോ ചിത്രത്തിലും എത്ര റെക്ടാങ്കിൾ ആണോ, എത്ര ട്രയാങ്കിൾ ആണോ, എത്ര സർക്കിൾ ആണോ ഉപയോഗിച്ചിട്ടുള്ളത് അതിന്റെ നമ്പേഴ്സ് ചുവടെ കണ്ടോ ഷേപ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിന്റെ ഉള്ളിൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഏതാണ്? റെക്ടാങ്കിൾ അല്ലെ. എത്ര റെക്ടാങ്കിൾ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഫിഗറില്? ഓൺലി 1 അല്ലെ. അപ്പൊ 1 എന്ന് എഴുതുക കേട്ടോ. നെക്സ്റ്റ് ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ എത്ര നോക്കൂ. 1 2 3 4 5. 5 അല്ലേ ഉള്ളൂ. 5 ട്രയാങ്കിൾസ് ആണ് അല്ലെ. സർക്കിൾ എത്രയാണ്? 1 എന്ന് എഴുതുക കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കുക. നമുക്ക് റെക്ടാങ്കിൾ എത്രയാണ്? എത്ര വരിക? ഹൗസും ഉണ്ട് ഒരു ബേർഡും ഉണ്ട് കേട്ടോ. അപ്പൊ ഹൗസ് എത്ര റെക്ടാങ്കിൾ ഉണ്ട് നോക്കൂ. 1 2 അല്ലെ. ദെൻ ബേർഡിന്റെ കണ്ടോ ടെയില് വാലില് നോക്കൂ. അതൊരു റെക്ടാങ്കിൾ ആണ് അല്ലെ. അപ്പൊ 1. അപ്പൊ എത്രയായി? 2ഉം ഹൗസിൽ 2ഉം ബേർഡിൽ ഒരു 1 റെക്ടാങ്കിളും ഉണ്ട്. അപ്പൊ 3 അല്ലെ. 3 എന്ന് എഴുതുക കേട്ടോ. നെക്സ്റ്റ് ട്രയാങ്കിൾസ് എത്രയാണ്? ഹൗസില് 1 ട്രയാങ്കിളും അതുപോലെ തന്നെ ബേർഡില് എത്ര ട്രയാങ്കിൾസ് ഉണ്ട്?
അതിന്റെ വിങ്സ് 2 ട്രയാങ്കിൾസ് ആണ്. പിന്നെ ദെൻ അതിന്റെ ബീക്ക് കൊക്ക് 1 ട്രയാങ്കിൾ അല്ലെ. അപ്പൊ മൊത്തം എത്രയാണ്? 4 ട്രയാങ്കിൾസ് ആണ് കേട്ടോ. ദെൻ സർക്കിൾ നോക്കുക കേട്ടോ. സർക്കിൾ എത്രണ്ണാണ്? ബേർഡ് വരയ്ക്കാൻ മാത്രമേ അല്ലേ സർക്കിൾ യൂസ് ചെയ്തിട്ടുള്ളൂ. എത്രണ്ണ വരിക? 1 2 2 അല്ലേ 2 എന്ന് എഴുതുക കേട്ടോ. നെക്സ്റ്റ് നോക്കട്ടോ. നെക്സ്റ്റ് ഫിഗറിൽ എത്ര റെക്ടാങ്കിൾ ഉണ്ട് നോക്കുക. ഒന്നേ ഉള്ളൂ അല്ലെ. 1 ഉള്ളൂ. 1 എന്ന് എഴുതുക. ദെൻ ട്രയാങ്കിൾ നോക്കുക 2 ആണ്. ദെൻ സർക്കിൾ നോക്കുക 3. നെക്സ്റ്റ് ഫിഗർ നോക്കുക. ഈ ഫിഗർ ഉണ്ടാക്കാനായിട്ട് ട്രയാങ്കിളും സർക്കിളെ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ട്രയാങ്കിൾ എത്രയാ നോക്കൂ. 1 2 3 4 ആണ് അല്ലെ. സർക്കിള് എത്രയാണ്? 1 ആണ്. ദെൻ നെക്സ്റ്റ് ഫിഗർ നോക്കുക കേട്ടോ. ഇവിടെ റെക്ടാങ്കിളും ട്രയാങ്കിളും യൂസ് ചെയ്തിട്ടുള്ളൂ. സർക്കിൾ യൂസ് ചെയ്തിട്ടില്ല. റെക്ടാങ്കിൾ എത്രയാണ്? 1, ട്രയാങ്കിൾ 4. നെക്സ്റ്റ് ഫിഗർ നോക്കുക. ഇവിടെ റെക്ടാങ്കിളും ട്രയാങ്കിളും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ട്രയാങ്കിൾ എത്രയാണെന്ന് നോക്കൂ. കൗണ്ട് ചെയ്യൂ. 4 ആണ്. റെക്ടാങ്കിൾ എത്രയാണ്? 1. ഡ്രോ എ പിക്ചർ യൂസിങ് ദീസ് ഷേപ്സ്. അപ്പൊ എന്ത് ചെയ്യുക? റെക്ടാങ്കിളും ട്രയാങ്കിളും സർക്കിളും ഉപയോഗിച്ചിട്ട് ഒരു പിക്ചർ വരയ്ക്കുക കേട്ടോ. നിങ്ങളൊന്ന് വരച്ചു നോക്കുക കേട്ടോ. സി ഹൗ നമിത് ഈസ് എക്സസൈസിങ്. ഇവിടെ നമിത് എക്സസൈസ് ചെയ്യുന്ന പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഡ്രോ മാച്ചസ്റ്റിക് ഫിഗേഴ്സ് ഓഫ് ഈച്ച് പിക്ചർ. അതായത് എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? നമിത് എക്സസൈസ് ചെയ്യുന്ന പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ. തീപ്പെട്ടിക്കൊള്ളിയുടെ രൂപത്തില് ഓരോ പിക്ചറും വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് നമുക്ക് അവിടെ കാണിച്ചിട്ടുണ്ട് അല്ലെ ഇതേപോലെ. അപ്പൊ എങ്ങനെയാ? ഇതാ ഇങ്ങനെ വരയ്ക്കുക. ദെൻ നെക്സ്റ്റ് ഇങ്ങനെ. അടുത്തത് റിബൺ ഫിഗർ. പേസ്റ്റ് കളേർഡ് പേപ്പർ റിബൺസ് ടു മേക്ക് ഡിഫറെന്റ് ഫിഗേഴ്സ്. കളേർഡ് പേപ്പർ റിബൺസ് ഉപയോഗിച്ചിട്ട് അത് പേസ്റ്റ് ചെയ്തിട്ട് ഡിഫറെന്റ് ഫിഗേഴ്സ് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കാറിന്റെയും കാറ്റിന്റെയും ഫിഗേഴ്സ് കാണിച്ചിട്ടില്ലേ ഇതുപോലെ എന്ത് ചെയ്യാ? നിറമുള്ള റിബണുകൾ വെച്ചിട്ട് അത് ഒട്ടിച്ച് ഡിഫറെന്റ് ഫിഗേഴ്സ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ചെയ്യണം കേട്ടോ. ക്യാൻ യു ഡ്രോ ദ നെക്സ്റ്റ് പിക്ചർ? നിങ്ങൾക്ക് നെക്സ്റ്റ് പിക്ചർ വരയ്ക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഇവിടെ ട്രയാങ്കിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വണ്ണില് 1 ട്രയാങ്കിൾ ഉള്ളൂ. സെക്കൻഡ് വണ്ണില് 2 ട്രയാങ്കിൾസ് ഉണ്ട്. തേർഡ് വണ്ണില് 3 ട്രയാങ്കിൾസ് ഉണ്ട്. ആ ട്രയാങ്കിൾസ് വരച്ചിരിക്കുന്നത് എങ്ങനെയാണ് പൊസിഷൻ എന്നും കൂടി നോക്കണം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ഉള്ളതിൽ നമ്മൾ എത്ര ട്രയാങ്കിൾസ് വേണം? 4 ട്രയാങ്കിൾസ് വേണം. ഇതുപോലെ വരയ്ക്കണം കേട്ടോ. ദെൻ അടുത്തത് നോക്കുക. ഇവിടെ നമുക്ക് എന്താണ്? റെക്ടാങ്കിൾ വന്നിരിക്കുന്നത് അല്ലെ. ഇതിൽ കണ്ടോ സർക്കിളും ട്രയാങ്കിളും ഉണ്ട് അല്ലെ. അത് കോർണേഴ്സിലാണ് അല്ലെ. അതായത് മൂലകളിലാണ് അല്ലെ ഇരിക്കുന്നത്. അത് കണ്ടോ കോർണേഴ്സിന്റെ പൊസിഷൻ ഇങ്ങനെ മാറുന്നുണ്ട്. ഇതുപോലെ വരയ്ക്കണം കേട്ടോ. നെക്സ്റ്റ് നോക്കുക കേട്ടോ. ഇവിടെ സർക്കിള് ട്രയാങ്കിള് സർക്കിള് റെക്ടാങ്കിൾ അങ്ങനെയാണല്ലേ കൊടുത്തിരിക്കുന്നത്. ഇനി എങ്ങനെയാ വന്നിരിക്കുന്നത്? സെക്കൻഡ് വൺ ആയപ്പോഴേക്കും എന്താണ്? ലാസ്റ്റ് പൊസിഷനിൽ ഉണ്ടായത് ഏതായിരുന്നു? റെക്ടാങ്കിൾ ആയിരുന്നു. അത് ഫസ്റ്റ് പൊസിഷനിലേക്ക് പോയി. അപ്പൊ ഫസ്റ്റ് പൊസിഷനിൽ ഉണ്ടായിരുന്ന ഡാർക്ക് സർക്കിൾ കേട്ടോ, കളർ ചെയ്ത സർക്കിൾ ഇല്ലേ ബ്ലാക്ക് സർക്കിള്, അത് സെക്കൻഡ് പൊസിഷനിലോട്ട് പോയി. പിന്നെ ട്രയാങ്കിള് പിന്നെ സർക്കിള്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇപ്പൊ ഉള്ളത് ഏതാ? ലാസ്റ്റ് പൊസിഷനിൽ ഇപ്പൊ ഏതാണ്? സർക്കിൾ ആണ് അല്ലെ. ആ സർക്കിൾ അപ്പൊ എന്താവും? ഫസ്റ്റ് പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട്. ദെൻ എന്താണ്? റെക്ടാങ്കിള്, ദെൻ ഡാർക്ക് സർക്കിള്, ദെൻ ട്രയാങ്കിള്. അപ്പൊ ഇനി അടുത്തത് എങ്ങനെയാ വരിക? ഇപ്പൊ ലാസ്റ്റ് പൊസിഷനിലുള്ളത് ആരാണ്? ട്രയാങ്കിൾ ആണ്. അത് ഫസ്റ്റ് പൊസിഷനിലേക്ക് വരും അല്ലെ. ട്രയാങ്കിള്, ദെൻ സർക്കിള്, ദെൻ റെക്ടാങ്കിള്, ദെൻ ഡാർക്ക് സർക്കിള് കേട്ടോ. ലാസ്റ്റ് വൺ നോക്കൂ. റെക്ടാങ്കിളിന്റെ ഉള്ളിൽ ട്രയാങ്കിൾ ആണല്ലേ. ഫസ്റ്റ് വണ്ണില് ട്രയാങ്കിൾ ഇങ്ങനെയാണ്. സെക്കൻഡ് വണ്ണില് ട്രയാങ്കിളിന്റെ പൊസിഷൻ മാറിയിട്ടുണ്ട് അല്ലെ. തേർഡ് വണ്ണിൽ ഇതാ ഇങ്ങനെ ആയിരിക്കും. അപ്പൊ ഫോർത്ത് വണ്ണിൽ എങ്ങനെയായിരിക്കും? ഇതുപോലെ ആയിരിക്കും അല്ലെ. ഇതോടുകൂടി ഈ യൂണിറ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയ യൂണിറ്റുമായിട്ട് കാണാം. ഓക്കെ, ബൈ.